ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാതെ വി ഡി സതീശൻ ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകാമെന്ന നിലപാടിലാണ് വി ഡി വിഭാഗം. ആഭ്യന്തരം നൽകിയൊരു കോംപ്രമൈസ് ഇല്ലെന്നും വി ഡി വിഭാഗം പറയുന്നുണ്ട്. വിവരങ്ങളുമായി രഞ്ജിത്ത് അമ്പാടിയുണ്ട്. രഞ്ജിത്ത്, യാതൊരു കോംപ്രമൈസും ഇല്ല, അതായത് ആഭ്യന്തരം വിട്ടുകൊടുത്തിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന പിടിവാശിയിൽ തന്നെയാണ് വി ഡി. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇനി ചെന്നിത്തലയെ അനുനയിപ്പിക്കുക? രാഖി, തീർച്ചയായും ആഭ്യന്തര വകുപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വലിയ പവറില്ലാത്തൊരു മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഉമ്മൻചാണ്ടി നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ആഭ്യന്തര വകുപ്പ് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ ഐ ഗ്രൂപ്പ് തയ്യാറായിരുന്നില്ല. അന്ന് ആദ്യഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നീട് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു. ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പവർ എന്നുള്ളത് ആഭ്യന്തരവും കൂടി കൈയാളുമ്പോഴാണ്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ തന്ത്രങ്ങൾ മെനയുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചതിന് ശേഷം ഉള്ള വി ഡി സതീശൻ്റെ നീക്കങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരെ അവരുടെ വീടുകളിലുള്ള അവരുടെ ഉറ്റവരെ ഒക്കെ തന്നെ കണ്ട് ഒരു പിന്തുണ തേടുക എന്നുള്ള ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കത്തിലാണ് വി ഡി സതീശൻ. അതിനൊപ്പം രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ തന്നെ വി ഡി സതീശൻ രംഗത്തിറങ്ങുകയാണ്. വി ഡി സതീശൻ തന്നെ പറയുകയാണ്, എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ്, എൻ്റെ രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകും. അത് പറയുമ്പോഴും വി ഡി സതീശൻ വിഭാഗം പറയുന്നുണ്ട്, ആഭ്യന്തരം വിട്ട് ഏതൊരു വകുപ്പും ചോദിച്ചുകൊള്ളൂ, ആഭ്യന്തര വകുപ്പ് മാത്രം വിട്ടു നൽകില്ല, ധനവകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാമെന്നുള്ള ഓഫർ വരെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതേസമയം ചെന്നിത്തല വിഭാഗം ഇപ്പോൾ വ്യക്തമായി പറയുന്നത്, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തു, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ചതിയുണ്ടായി, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തങ്ങളെ പരിഗണിച്ചില്ല, ഇനി ആഭ്യന്തരം കൂടി വിട്ടുകൊടുത്തുള്ള ഒരു കളിക്ക് ഇല്ല എന്ന് രമേശ് ചെന്നിത്തലയും ഒപ്പമുള്ളവരും പറയുന്നു. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് പരിഹാരമായി തൻ്റെ ഗ്രൂപ്പിന്, തന്നോടൊപ്പമുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം വേണമെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. എന്തായാലും ആഭ്യന്തരത്തിൽ ഒരു കലഹമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആഭ്യന്തരം വിട്ടൊരു കളിക്ക് വി ഡി സതീശൻ തയ്യാറാകില്ല. ആഭ്യന്തരമില്ലാതെ മന്ത്രിസഭയിലേക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് രമേശ് ചെന്നിത്തലയും പോകും. 12 മണിക്ക് ചെന്നിത്തലയുടെ വീട്ടിൽ വി ഡി സതീശൻ കാണുന്നുണ്ട്. ഇതൊരു സൗഹാർദ്ദ കൂടിക്കാഴ്ചയാണെങ്കിൽ കൂടി രമേശ് ചെന്നിത്തലയെ വിശ്വാസത്തിലെടുക്കുകയും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുകയും ചെയ്യുക എന്ന വി ഡി സതീശൻ്റെ ലക്ഷ്യമാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്.